25ാമത് ചൈതന്യ കാർഷിക മേളയുടെയും ശാസ്ത്രീയ സംഘ മഹോത്സവത്തിൻ്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംഘാടകർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 2 മുതൽ 9 വരെയാണ് തെള്ളകം ചൈതന്യ പാസ്റ്റർ സെൻ്ററിൽ മേള നടക്കുന്നത്. മേളയുടെ ഭാഗമായി കൃഷി, പരിസ്ഥിതി, വിജ്ഞാനം, വിനോദം, ആരോഗ്യം, മൃഗസംരക്ഷണം, ശാസ്ത്രീയത്വം, വികസന മുന്നേറ്റ മാതൃകകൾ തുടങ്ങി വിവിധ മേഖലകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് മേളയുടെ സംഘാടകരായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാളൂർ പറഞ്ഞു. ഫെബ്രുവരി 1 വിള പ്രദർശന പവലിയനിൻ്റെ ഉദ്ഘാടനം വൈകിട്ട് 5 ജില്ലാ കലക്ടർ ജോൺ ബി സാമുവൽ നിർവഹിക്കും. ഫെബ്രുവരി 2 ഉച്ചകഴിഞ്ഞ് 2:30 ശാസ്ത്രീയ സംഘ മഹോത്സവത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവനും കാർഷിക മേഖലയുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും. ജോസ് കെ മാണി MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, മുൻ MP തോമസ് ചാഴിക്കാടൻ തുടങ്ങിയവർ പങ്കെടുക്കും. 3-ാം തീയതി സർഗസംഗമ ദിനമായി ആചരിക്കും. 4 പരിസ്ഥിതി സൗഹാർദ്ദ ദിനമായി ആചരിക്കും. ഫെബ്രുവരി 5 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 തിരുവാതിരകളി മത്സരം നടക്കും. ഫെബ്രുവരി 6 ഉച്ചയ്ക്ക് 1 മണിക്ക് ദമ്പതികൾക്കായുള്ള കപ്പ കൊത്തി നുറുക്കൽ മത്സരം നടക്കും. തുടർന്ന് ഭരതനാട്യ മത്സരം. ഫെബ്രുവരി 7 ശാസ്ത്രീയ സംഗമ ദിനമായി ആചരിക്കും. 8-ാം തീയതി നടക്കുന്ന ഭക്ഷ്യസുരക്ഷാ ദിന പൊതുസമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. കാർഷിക മേളയുടെ സമാപന ദിനമായ ഫെബ്രുവരി 9 കർഷക സംഗമ ദിനമായി കൊണ്ടാടും. ചടങ്ങിൽ കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്തമാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷത വഹിക്കും. മന്ത്രി വി എൻ വാസവൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ PRO സിജോ തോമസ്, കോർഡിനേറ്റർ ബിജി ജോസ്, അനീഷ് KS, രാജു K എന്നിവർ പങ്കെടുത്തു. പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് കേരളത്തിലെ ഏറ്റവും വലിയ HF മൂല്യായ ബാഹുബലിയുടെ പ്രദർശനം, വിവിധ സംസ്ഥാനങ്ങളിലെ നാടൻ പശുക്കളുടെ പ്രദർശനം, മനോഹരമായ പെറ്റ് ഷോ, സ്റ്റാച്യു പാർക്ക്, കാർഷിക വിള പ്രദർശനം, നയനമനോഹരമായ കലാസന്ധ്യകൾ, പുരസ്കാര സമർപ്പണം, നാടക രാവുകൾ, പുരാവസ്തു പ്രദർശനം, കാർഷിക കലാ മത്സരങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്ക്, രുചികരമായ നാടൻ വിഭവങ്ങൾ ഒരുക്കുന്ന ഫുഡ് സോൺ, പക്ഷി മൃഗാദികളുടെ പ്രദർശനവും വിപണനവും, പ്രദർശന വിപണന സ്റ്റാളുകൾ, കാർഷിക മ്യൂസിയം, സ്വാശ്രയ സംഘ കലാവിരുന്നുകൾ, ചൈതന്യ പാർക്ക്. അത് ഞങ്ങൾ ഒരു 5-6 മാസമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപകാരപ്രദമായ നല്ല ഒരു ഉല്ലാസ വിജ്ഞാന കേന്ദ്രമായിട്ട് ചൈതന്യ പാർക്ക് മാറിയിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. കൂടാതെ കാർഷിക നഴ്സറിയുണ്ട്, പൗരാണിക ഭോജനശാലയുണ്ട്, പിഗ്മി ആട് കുടുംബത്തിൻ്റെ പ്രദർശനമുണ്ട്, നാടൻപാട്ട് കലാസന്ധികളുണ്ട്. ഈ വർഷവും ചൈതന്യ കാർഷിക മേളയുടെ രക്ഷാധികാരി ബഹുമാനപ്പെട്ട കേരള സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ സാറാണ്.